ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാം സ്ഥാനത്ത് എന്ന് പറഞ്ഞ് ഇവിടെ പാടി പുകഴ്ത്തി ഗവൺമെന്റ് തന്നെ പാടി പുകഴ്ത്തി മന്ത്രി രാജീവ് അടക്കമുള്ളവർ സ്വയം അലങ്കരിച്ച് നടക്കുന്ന സമയത്തല്ലേ, അഹങ്കരിച്ച് നടക്കുന്ന സമയത്തല്ലേ കേന്ദ്രത്തിൽ നിന്ന് നീതി ആയോഗ് അങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടില്ല. അത് തന്നെയല്ല, വേൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യൽ നിർത്തി എന്നും കൂടി പുറത്തു വരുന്നു. അപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുക, വീണ്ടും ആവർത്തിച്ചുകൊണ്ട് നടക്കുക. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സില് കേരളം ഒന്നാം സ്ഥാനത്ത്. എന്നിട്ടാണോ എനിക്കിനി അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ, അതായത് ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒന്നാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? ഈ പാവപ്പെട്ട കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് ആണ്. കുടുംബശ്രീ സ്ത്രീകൾ കൂട്ടായ്മകൾ തുടങ്ങി വെച്ച ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മൈക്രോ എന്റർപ്രൈസസ് ഇവിടെ ഉണ്ട്. അതായത് ഞാൻ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ഒരു പ്രോജക്റ്റ് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ്, കേരളത്തിലെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസിന്റെ ടെക്നോളജിക്കൽ സസ്റ്റൈനബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഞാൻ ചെയ്തിരുന്നു. അതിന് ഞാൻ സഹായം തേടിയത് നമ്മുടെ റീജിയണൽ റിസർച്ച് ലബോറട്ടറി, അതായത് DSIRന്റെ വിങ് ആണ് റീജിയണൽ റിസർച്ച് ലബോറട്ടറി. ഇപ്പൊ അത് NIIT എന്നോ മറ്റാണ് അതിന് പേര് പറയുന്നത്. ആ റിസർച്ച് ലബോറട്ടറിയിലുള്ള സയന്റിസ്റ്റുകളും ചേർന്ന് അവരുടെ ഇതൊന്നും വേണ്ട ഇൻപുട്സ് ഒക്കെ എടുത്താണ് ഞാൻ ആ പഠനം നടത്തിയത്. അപ്പോൾ ഞാൻ കണ്ടതാണ് 45 ലക്ഷത്തോളം കുടുംബശ്രീകളുണ്ട്. ഒരുപാട് ഞാൻ തന്നെ 500-550 കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ്, ഒരു കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് തന്നെ 10ഓളം കുടുംബശ്രീ അംഗങ്ങൾ എങ്കിലും കാണും. അങ്ങനെയുള്ള 550ഓളം കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഞാൻ തന്നെ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ എനിക്കറിയാം ഈ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് സ്ത്രീകളുടെ കഠിനാധ്വാനം, രാവും പകലും അധ്വാനിക്കുന്ന സ്ത്രീകള്, അങ്ങനെ അധ്വാനിക്കുന്ന സ്ത്രീകളാണ് ഇവിടെ ഇപ്പൊ ആശാ വർക്കർമാരായിട്ട് വന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കുടുംബശ്രീകൾ അങ്ങനെ വലിയ സേവനമാണ് ഈ സംസ്ഥാനത്തിന് ചെയ്യുന്നത്. കുടുംബശ്രീകളുടെ മൈക്രോ എന്റർപ്രൈസസിന്റെ ഏറ്റവും വലിയ സുവർണ കാലം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലമായിരുന്നു. അത് പിണറായി സർക്കാർ മറന്നു പോകുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയും അരുണ സുന്ദർ രാജൻ എന്ന IAS ഉദ്യോഗസ്ഥയും വ്യവസായ വകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്നു അവര് വളരെ സീരിയസ് ആയിട്ട് സിൻസിയർ ആയിട്ടും ഈ കുടുംബശ്രീ, അതുപോലെ തന്നെ TK ജോസ് IAS, അതുപോലെ തന്നെ നമ്മുടെ വിജയാനന്ദ് IAS, ഇവരൊക്കെ ഈ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് വളരെ നന്നായി വളർന്നു വരുന്നതിന് വേണ്ടി പരിശ്രമിച്ചവരാണ്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും കൂടെ പരിശ്രമത്തിന്റെ ഫലമായി കുടുംബശ്രീ അങ്ങ് വലിയ തോതിൽ വളർന്നു പന്തലിച്ചിരുന്നു. അങ്ങനെയാണ് 2014 നിങ്ങളിൽ പലരും ഓർമ്മിക്കുന്നുണ്ടാകും, നമ്മുടെ BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ആദ്യം വന്ന് പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യം വന്നപ്പോ കോഴിക്കോട്ട് വെച്ച് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. കേരളത്തിലെ പോലത്തെ കുടുംബശ്രീയും കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസും ഇന്ത്യയിൽ മുഴുവനും വ്യാപിപ്പിക്കണമെന്ന്. അദ്ദേഹം വ്യാപിപ്പിക്കണമെന്ന് പറയുക മാത്രമല്ല സുഹൃത്തുക്കളെ ചെയ്തത്. ഇപ്പൊ നിങ്ങൾ ചെന്ന് നോക്കൂ, UP-യിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ കുടുംബശ്രീയും ഉണ്ട്, കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസും ഉണ്ട്. അത് പിന്നെ അവിടെ നന്നായിട്ട് വികസിപ്പിച്ചു കൊണ്ടുവരാൻ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ, വ്യവസായ വകുപ്പുകൾ പരിശ്രമിക്കുകയാണെങ്കിൽ കേരളത്തിലെ പോലെ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടും. സ്ത്രീ ശാക്തീകരണത്തിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഈ പറയപ്പെട്ട കുടുംബശ്രീയും കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസും. അപ്പൊ അത് UDF ഗവൺമെന്റിന്റെ കാലത്ത്, എന്നിട്ട് ഏറ്റവും കഴിവുള്ള മന്ത്രിക്കുള്ള സമ്മാനം പോലും കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അന്ന് കിട്ടിയത്. കാരണം അദ്ദേഹം ഈ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസിനെ അത്രയധികം പ്രൊട്ടക്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ കാലഘട്ടത്തെ തമസ്കരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്. എന്നിട്ട് എന്താ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമത് എന്ന്. ഇതിന് ഒരു കാരണം ഇവർ കണ്ടെത്തിയിരിക്കുന്നത്, മിസ്റ്റർ രാജീവ് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും എനിക്കറിയാവുന്ന ഒരു വാസ്തവ സത്വമുണ്ട് ഇതിനകത്ത്. എന്താണതെന്നറിയാമോ? അതായത് ഇൻഡോർ IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻഡോർ ഒരു പഠനം നടത്തി കേരളത്തിലെ മൈക്രോ എന്റർപ്രൈസസിനെ പറ്റി, വ്യവസായങ്ങളെ പറ്റി. അപ്പൊ അവര് വന്നപ്പോ ഇവിടെ എന്ത് വ്യവസായമുണ്ട്? ഇവിടെ ഉള്ളതെല്ലാം മൈക്രോ എന്റർപ്രൈസസാ, കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസാ. അവർ ഈ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസിന് ഇവിടുത്തെ അവസ്ഥകളെ പറ്റിയൊക്കെ നോക്കുമ്പോൾ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസിന് ഗവൺമെന്റിന്റെ സഹായമൊക്കെ കിട്ടുന്നുണ്ട്, ദേ ആർ ഹാപ്പി.
വായ്പ ബാങ്കുകൾ വായ്പ കൊടുക്കുന്നു, നന്നായി പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടുന്നു. അതൊക്കെ കാരണം കൊണ്ട് അവർ ഹാപ്പി, അവർ നല്ല ഇതൊക്കെ കൊടുത്തു. അങ്ങനെ കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷം നല്ലതാണെന്ന് ഇൻഡോർ IIM ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി. ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് മിസ്റ്റർ രാജീവ് നേരിട്ട് ആ റിപ്പോർട്ട് കിട്ടിയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ റിപ്പോർട്ട് എന്തായാലും നീതി ആയോഗിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ റിപ്പോർട്ട് ആയിരിക്കണം ഇദ്ദേഹത്തിനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൂടാതെ ഒരു കാരണവും കൂടിയുണ്ട് വളരെ വസ്തുനിഷ്ഠമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്ന. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ തന്നെ ലോൺസ്, അതായത് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് ലോൺസ് ഒക്കെ സ്ത്രീകൾക്ക് മറ്റേതുപോലെ, അതായത് ശിശു, കിഷോർ, തരുൺ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന വായ്പകളുണ്ടല്ലോ, അത്തരം വായ്പകളുടെ കൂട്ടത്തില് സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടത്തക്ക രീതിയിൽ വായ്പ കിട്ടാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു രജിസ്ട്രേഷൻ, നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരു ഉദ്യമം, ഒരു ബിസിനസ്, അതായത് ഒരു വ്യവസായ യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഉദ്യം രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉദ്യം രജിസ്ട്രേഷനില് കേരളത്തിലെ എന്നോ തുടങ്ങി, ഒരുപക്ഷെ കേരളം ഫോം ചെയ്ത കാലത്ത് മുതൽ തുടങ്ങി ചത്തുകിടന്ന മൈക്രോ എന്റർപ്രൈസസും ഒക്കെ രജിസ്ട്രേഷൻ എടുത്തു. ഉദ്യം രജിസ്ട്രേഷൻ എന്തിനാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്ന്, അതായത് കേന്ദ്ര ഗവൺമെന്റ് തരുന്ന ഇൻട്രസ്റ്റ് ഫ്രീ വായ്പകൾ കിട്ടുമെങ്കിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാം, രക്ഷപ്പെടാം എന്ന് കരുതി. അതിന്റെ പേരിലാണ് ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് രജിസ്ട്രേഷൻസ് ഉണ്ടായത്. ആ ലക്ഷങ്ങൾ എടുത്തിട്ടാണ് മന്ത്രി രാജീവ്, ഈ ഗവൺമെന്റ്, LDF ഗവൺമെന്റ് ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതല്ലാതെ അതിൽ നിന്ന് വളരെ ചുരുക്കം, ആ ഉദ്യമ രജിസ്ട്രേഷൻ എടുത്തവയിൽ വളരെ ചുരുക്കം വ്യവസായ യൂണിറ്റുകൾ മാത്രമാണ് കർമ്മനിരതമായ യൂണിറ്റുകൾ ഉള്ളൂ. അത് അദ്ദേഹം തന്നെ ഓർത്ത് ചിരിക്കുന്നുണ്ടാവും, ഇവിടെയുള്ളവരെ എത്ര ഈസി ആയിട്ട് പറ്റിച്ചു എന്ന് വിചാരിച്ച്. അങ്ങനെയാണ്. അപ്പൊ അതാണ് ഇവിടുത്തെ വ്യവസായ അന്തരീക്ഷം. ഇവിടുത്തെ വ്യവസായ അന്തരീക്ഷം അതാണെന്നുള്ളതിന് കണ്ണൂര് തന്നെ പിണറായി വിജയന്റെ വീട്ടിന്റെ അടുത്ത് തന്നെയല്ലേ നമ്മുടെ MV ഗോവിന്ദന്റെ ഭാര്യ ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തിൽ തന്നെയല്ലേ ഒരു പാവപ്പെട്ട പ്രവാസി വന്ന് സ്വന്തം ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞ് അതിന് രക്ഷപ്പെടാൻ നിവൃത്തിയില്ലെന്ന് കണ്ട അവസാനം സൂയിസൈഡ് ചെയ്തത്. അങ്ങനെ മരണപ്പെട്ടവരുടെ ആ മരണ ഒച്ച, അവരുടെ മരണത്തിന്റെ ചിലമ്പൊലി, അത് നമുക്കിപ്പോഴും, അത് അവിടെ മാത്രമല്ല, കണ്ണൂർ മാത്രമല്ല, കണ്ണൂര് തൊട്ട് പാറശാല വരെ എത്രയെത്ര കഥകൾ നമുക്ക് പറയാൻ പറ്റും. മരിച്ചവരുണ്ട്. വ്യവസായം വേണ്ടെന്ന് വെച്ച് കേരളം വിട്ട് തൃശ്ശൂർ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ഗവൺമെന്റിന്റെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പുഴയ്ക്കൽ, അവിടെ നിന്ന് വ്യവസായം തുടങ്ങിയിട്ട് ആ വ്യവസായം അവിടെ നിന്ന് ചുവട് പറിച്ച് ഒരു രക്ഷയുമില്ലാതെ മദ്രാസിലേക്ക്, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ആയിട്ട് മാറിപ്പോകുന്ന അവസ്ഥ. അതുപോലെ എത്ര എക്സാമ്പിൾസ്. അതാ ഓർമ്മയില്ലേ, കോട്ടയത്ത് തന്നെ നടുറോഡില് ഒരു ചെറിയ ജിംനേഷ്യം തുടങ്ങാൻ വന്ന ഒരു പ്രവാസി നടുറോഡിൽ കിടന്ന് പൊരിവെയിലത്ത് കിടന്നുകൊണ്ട് സമരം ചെയ്യേണ്ടി വന്നത്. അങ്ങനെ എന്തുമാത്രം കഥകൾ. എന്നിട്ടാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഞങ്ങള് 1ാം സ്ഥാനത്ത് എത്തിച്ചു കേരളത്തിന് എന്ന് പറയുന്നത്. എന്നിട്ടാണ് എന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് പറയൂ, കേരളത്തിൽ എവിടെയാണ് തൊഴിൽ സാധ്യതകൾ എന്നിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ ഇവിടുത്തെ കുട്ടികള് ഈ എന്താണ് പറയാ, വെസ്റ്റേൺ കൺട്രീസിലെ 60 കഴിഞ്ഞ 80 കഴിഞ്ഞ 90 കഴിഞ്ഞ വൃദ്ധരുടെ തീട്ടവും മൂത്രവും എടുക്കാൻ, അതിനാണല്ലോ ഈ എന്തോന്ന് ഇക്കോണമി എന്നാ പറയുക, നമ്മൾ സാധാരണ പറയാറുള്ള ആ ജോലികൾ, അത്തരം ജോലികൾ ചെയ്യാനാണ് നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ജോലി നോക്കി ഇവിടെ നിന്ന് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ കഴിഞ്ഞവരും കെയർ ഇക്കോണമിയിൽ. എന്താണ് ഈ കെയർ ഇക്കോണമി എന്ന് പറഞ്ഞാൽ? കെയർ ഇക്കോണമി എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൂടുതലായിട്ടും കെയർ ഇക്കോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് 60 കഴിഞ്ഞ മറ്റെല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട പ്രായം. അത് 60 കഴിഞ്ഞവരല്ല, 70ഓ 80ഓ 90ഓ കഴിഞ്ഞവരായിരിക്കും. അവർക്ക് വേണ്ടി ഇത്തരം ജോലികളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് കെയർ ഇക്കോണമി. അതിന്റെ ഒരു ചെറിയ കോഴ്സ് ആ രാജ്യങ്ങളിലൊക്കെ ചെന്ന് പഠിച്ചിട്ട് ആ ജോലികളിൽ കയറുകയാണ് കുട്ടികൾ. അപ്പൊ ഇവിടെ സ്വന്തം പേരൻസിനെ കെയർ ചെയ്യാൻ നേരമില്ലാത്ത കുട്ടികളാണ് അവിടെ പോകുന്നത്. കാരണം അവിടെ അവർക്ക് നല്ല ശമ്പളം കിട്ടും. ആ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇവിടുന്ന് നല്ല പെണ്ണിനെയും കിട്ടും. കാരണം ശമ്പളവും പണവുമാണല്ലോ പത്രാസ്. അതല്ലാതെ എന്താ ചെയ്യുന്നത്, എങ്ങനെയാ ചെയ്യുന്നത്, എന്താണ് കഴിക്കുന്നത് എന്നൊന്നും ആർക്കും നോട്ടമില്ലല്ലോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഞങ്ങള് വലിയ തരത്തിൽ കേരളത്തെ വളർച്ചയിലേക്ക് കുതിപ്പിക്കുന്നു എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് നാവടക്ക്. ഇത്തരം കാര്യങ്ങളൊക്കെ സാധാരണക്കാർക്ക് ഇവിടെ നന്നായിട്ട് അറിയാം.